നെടുമുടി, അതുപോലെ പള്ളാത്തുരുത്തി എന്ന് പറയുന്നത്, അതുപോലെ പള്ളാത്തുരുത്തി പാലത്തിന്റെയും നെടുമുടിയുടെയും ഇടയിലുള്ള ഭാഗം, അതിന്റെ ചമ്പക്കുളം ഭാഗത്തെ കരയാണ് നടുഭാഗം. നടുഭാഗത്തെ കരക്കാർ, അങ്ങനെ ആ നടുഭാഗം കരക്കാരുടെ സ്വന്തമായ നടുഭാഗം. അതുപോലെ ചമ്പക്കുളം, ആറിന് തൊട്ടക്കരയുള്ള ചമ്പക്കുളം, അതിന് അങ്ങ് വടക്കുള്ള വിയ്യപുരം, മഹാദേവ് കാട്ടിൽ, അങ്ങനെ 4 കളിവള്ളങ്ങൾ ഇതാ സമയത്തിന്റെ ക്രമത്തിൽ വിജയം വരിച്ച, സമയത്തിന്റെ ക്രമത്തിൽ ഒന്നാമതെത്തിയ 4 കളിവള്ളങ്ങൾ ഇവിടെ കടന്നു വരുമ്പോൾ വാശിയേറിയ ഒരു പോരാട്ടമാണ് ഈ കളിവള്ളങ്ങൾ ഇവിടെ കാഴ്ചവെക്കുന്നത്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഇഞ്ചോടിഞ്ച് പൊരുതി നടുഭാഗവും ചമ്പക്കുളവും വിയ്യപുരവും മഹാദേവ് കാട്ടിൽ തെക്കേതും കടന്നു വരുമ്പോൾ ആവേശോജ്വലമായ പ്രകടനം. ഈ 68ാമത് നെഹ്റു ട്രോഫി ഞങ്ങൾക്ക് വേണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആയിരക്കണക്കിന് കാണികൾ, ആയിരക്കണക്കിന് വള്ളംകളി പ്രേമികൾ കായലിലേക്ക് എടുത്തു ചാടി അവരുടെ സ്വന്തം ഈ കളിവള്ളത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി എത്തുന്ന കാഴ്ച, മനോഹരമായ കാഴ്ച. എന്തൊരു മനോഹരമായ കാഴ്ചയാണ് ഈ കളിവള്ളങ്ങൾ ഇവിടെ കാഴ്ചവെക്കുന്നത്. എന്തൊരു മനോഹരമായ വീറും വാശിയുമുള്ള കാഴ്ചയാണ് കാഴ്ചവെക്കുന്നത് എന്ന് പറയാൻ തീർച്ചയായും കഴിയും. മഹാദേവ് കാട്ടിൽ തെക്കേതിലും അതുപോലെ നടുഭാഗവും വിയ്യപുരവും ഒക്കെ ചമ്പക്കുളവും ഒക്കെ കടന്നു വരുമ്പോൾ ഏത് വള്ളമാണ് വിജയിക്കുക എന്ന് നമുക്ക് ഇപ്പോൾ പറയുവാൻ കഴിയില്ല. ചമ്പക്കുളത്തെ പറ്റി ഞാൻ പറഞ്ഞു. ചമ്പക്കുളം 2014 പണിത പുത്തൻ വള്ളം കടന്നു വരുന്നു. ചമ്പക്കുളം 74 പഴയ വള്ളം അവർ ചമ്പക്കുളംകാർ പണിതു. അത് കാലക്രമേണ വളരെയേറെ വിജയം വരിച്ച് 89ലും 90ലും UBC കാറ്റഗറി തുഴഞ്ഞ് ഹാർട്ടിക്ക് നേടി. അതുപോലെ 94ലും 95ലും 96ലും ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബ്ബുകാർ തുഴഞ്ഞ് വീണ്ടും ഹാർട്ടിക്ക് നേടി. 98ൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബുകാർ തുഴഞ്ഞ്, അതുപോലെ ജീസസ് ബോട്ട് ക്ലബ്ബുകാർ കൊല്ലം തുഴഞ്ഞ് 2009ൽ വിജയിച്ച ചമ്പക്കുളം 2014ൽ വീണ്ടും പുതിയ വള്ളത്തിൽ UBC കാറ്റഗറി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുത്തൻ വള്ളത്തിൽ, തനിപ്പുത്തൻ വള്ളത്തിൽ, ഉണക്കമാറാത്ത വള്ളത്തിൽ വന്നു തുഴഞ്ഞ് 1ാം സ്ഥാനം 2019ൽ നേടിയ ആ ചമ്പക്കുളത്തിൽ ഇപ്പോൾ കടന്നു വരുന്നത് കേരള പോലീസാണ്. കേരളത്തിന്റെ ക്രമസമാധാനം കാത്തു സൂക്ഷിക്കുന്ന പോലീസ്. അവർക്ക് നമുക്കറിയാം, നമ്മുടെ യശസ്വരീനായ MK ജോസഫ് എന്ന് പറയുന്ന ആ പുണ്യ അദ്ദേഹം കേരളത്തിലെ പോലീസിന്റെ കായിക രംഗത്തിന് ചെയ്ത സംഭാവനകൾ നമുക്ക് വിസ്മരിക്കുവാൻ സാധ്യമല്ല. ബാസ്കറ്റ്ബോളിലും ഫുട്ബോളിലും ഒക്കെ നിരവധി ടീമുകളെ ഉണ്ടാക്കിയ കേരള പോലീസിന്റെ സ്പോർട്സിൽ എന്നും ഒരു അഡ്രസ് ഉണ്ടാക്കിയ, എന്നും ഒരു സ്ഥാനം നേടിയ MK ജോസഫിന്റെ ആ ഒരു പിന്തുടർച്ചക്കാരായ ഇപ്പോഴത്തെ കേരള പോലീസ് ഇതാ വള്ളംകളിയിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കായിക താരങ്ങൾ മത്സരിക്കുന്ന ജലോത്സവത്തിൽ ചമ്പക്കുളത്തിൽ ഇപ്പോൾ ഇതാ മത്സരിക്കുവാൻ എത്തുന്നു. അവർ വരുന്നു. ചമ്പക്കുളം വള്ളം ഇതാ കടന്നു വരുന്നു. ആദ്യത്തെ ഹീറ്റ്സിൽ 3ാം സ്ഥാനത്തെത്തിയ ചമ്പക്കുളമാണ് 3ാം ട്രാക്കിലൂടെ കടന്നു വരുന്നത്. 1ാമത്തെ ഹീറ്റ്സിൽ സമയക്രമത്തിൽ 1ാമതെത്തിയ നടുഭാഗം വള്ളം അത് 4ാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ ആദ്യത്തെ ഹീറ്റ്സിൽ 2ാം സ്ഥാനത്തെത്തിയ വിയ്യപുരം 2ാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ ആദ്യത്തെ ഹീറ്റ്സിൽ 4ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്ന മഹാദേവ് കാട്ടിൽ തെക്കേതിൽ 1ാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നു. വളരെ മനോഹരമായ ഒരു പോരാട്ടം. 4 കളിവള്ളങ്ങൾ ഒന്നിച്ചൊന്നായി കടന്നു വരുമ്പോൾ ചമ്പക്കുളമാണോ മഹാദേവ് കാട്ടിൽ തെക്കേതിലാണോ അതോ നടുഭാഗമാണോ എന്ന്, വിയ്യപുരമാണോ എന്ന് പറയുവാൻ കഴിയാത്ത രീതിയിൽ ഇഞ്ചോടിഞ്ച് പരിധി വരുന്നു. കാട്ടിൽ തെക്കേതിൽ സന്തോഷ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിലുള്ള കാട്ടിൽ തെക്കേതിനെയും ചമ്പക്കുളത്തിനെയും ഒക്കെ പിന്തള്ളിക്കൊണ്ട് ഇതാ നടുഭാഗം, പുതിയ പടക്കുതിര നടുഭാഗവും, അതുപോലെ ചമ്പക്കുളവും മഹാദേവ് കാട്ടിൽ തെക്കേതിലും വിയ്യപുരത്തും ഒന്നിച്ചൊന്നായി പലപ്പോഴും പറഞ്ഞു പഴകിയ പോലെ ഒരു മാലയിൽ തോർത്ത മുത്തുമണികളെ പോലെ ഈ കളിവള്ളങ്ങൾ കടന്നു വരുമ്പോൾ ഇപ്പോൾ 17ാം നമ്പർ വള്ളം നടുഭാഗം നിലവിലെ വിജയി ഇതാ കടന്നു വരുന്നു. NCDC കുമരകം ബോട്ട് ക്ലബ്ബുകാർ തുഴയുന്ന നടുഭാഗം ഇതാ 1ാമതായി എത്തുന്നു. മഹാദേവ് കാട്ടിൽ തെക്കേതിനെയും ഒക്കെ പിന്തള്ളിക്കൊണ്ട് നടുഭാഗം, നിലവിലെ ജേതാവ് നടുഭാഗം ഇതാ മനോഹരമായ ഒരു പോരാട്ടത്തിലൂടെ കടന്നു വരികയാണ്. എന്തൊരാവേശം! നടുഭാഗം നാരായണൻ ഉദയന്റെ നേതൃത്വത്തിലുള്ള നടുഭാഗം ഇതാ നടുഭാഗവും കാട്ടിൽ തെക്കേതിൽ വളരെ വാശിയേറിയ ഒരു പോരാട്ടമായിരുന്നു. ചുണ്ടൻ വള്ളങ്ങളുടെ മനോഹരമായ